നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം നാളെ തുടങ്ങുകയാണ്. നാളെ തന്നെ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളുടെയും അക്കൗണ്ടിൽ പണം വരുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആർക്കെല്ലാമാണ് നാളെ പെൻഷൻ ലഭിക്കുക? സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്ന പെൻഷൻ ഇനി കൈകളിൽ ലഭിക്കില്ല, അക്കൗണ്ടിൽ മാത്രം ലഭിക്കുമെന്ന ഈ ഒരു നിയമം ഈ ഒരു മാസം നടപ്പിലാക്കുമോ? അതുപോലെ തന്നെ മസ്റ്റും പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണമാണ് നാളെ വിതരണം നടക്കുന്നത്. നാളെ ബുധനാഴ്ച രാവിലെ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം വരുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, എല്ലാ മാസവും പെൻഷൻ വരൽ 26-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് കഴിഞ്ഞ കുറേ കാലമായി നമുക്ക് പെൻഷൻ ലഭിച്ചിരുന്നത്. എന്നാൽ ഈ മാസം ഓണത്തിന് മുമ്പ് തന്നെ മുഴുവൻ ആളുകൾക്കും പണം നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാളെ 10 മണിയോടുകൂടി തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം വരും. ഈ ഒരു മാസം കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. പക്ഷേ ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് മസ്റ്ററിങ്. അത് ഇപ്പോഴും തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു മാസത്തിലധികമായി. ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും മസ്റ്ററിങ്ങിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് അടുത്ത മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ഏകദേശം 14ഓളം ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ കുടിശ്ശിക നാളെ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നേരിട്ട് നടത്തുന്ന ക്ഷേമ പെൻഷനുകളായിരിക്കും നാളെ ലഭിക്കുക. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ എസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ തുടക്ക സമയത്ത് സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി അങ്ങോട്ട് പെൻഷൻ കൈകളിലോ നേരിട്ട് എത്തുകയില്ല, എല്ലാം അക്കൗണ്ട് വഴിയായിരിക്കും ലഭിക്കുക എന്നുള്ളത്. അതിന് സർക്കാർ ഇപ്പോൾ 6 മാസത്തോളം സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്തിനകം തന്നെ എല്ലാ ആളുകളും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും. ഏതായാലും ഈ ഒരു മാസവും അടുത്ത മാസവും എല്ലാം ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങൾ ലഭിച്ചതുപോലെ തന്നെ കൈകളിൽ പണം എത്തുന്നതാണ്. ഒരുപാട് ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നത് കൊണ്ടാണ് സർക്കാർ ഇങ്ങനെ തീരുമാനത്തിൽ വന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും സർക്കാർ നീട്ടുമോ മറ്റോ നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് പ്രായമുള്ള ആളുകളും വീട്ടിൽ കിടപ്പിലായ ആളുകൾക്കെല്ലാം ബാങ്കിൽ പോയി പണമിടപാടുകൾ നടത്തുമെന്ന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സർക്കാർ അത് മനസ്സിലാക്കുമെന്ന് നമുക്ക് കരുതാം. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സർക്കാർ അറിയിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനും സർക്കാർ അതിനെക്കുറിച്ച് ഔദ്യോഗികമായി പറയാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിലൊന്നും കാര്യങ്ങൾ നമ്മൾ പറയാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.